ഒരു മരവിപ്പോടെയാണ് ദേവു നടന്നത്. അപ്പോൾ അവരോടൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും അവർ പറഞ്ഞ ഓരോ വാക്കും ആളുടെ ഉള്ളിൽ മുള്ളു പോലെ തറച്ചു. ദേവ് കണ്ണു തുടച്ച് നടക്കുമ്പോൾ കണ്ണൻ തൻ്റെ ഫോണിലെ ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട് ചിരിച്ചു. അകത്തൊരു മുതല് വെള്ളം പോലും ചേർക്കാതെ കുപ്പി വിഴുങ്ങുന്ന കണ്ടപ്പോഴേ കാര്യം പന്തിയല്ലെന്ന് തോന്നി. അതാ ചേച്ചിയുടെ പിറകെ വച്ചു പിടിച്ചത്. എന്തായാലും വന്നത് വെറുതെ ആയില്ല. ഫോൺ മുകളിലേക്ക് കറക്കിക്കൊണ്ട് കണ്ണൻ നന്ദൻ്റെ വീട്ടിലേക്ക് നടന്നു. ഹാളിൽ മൊത്തം കുപ്പിയുടെ ബഹളമാണ്. സുധിയും സുനിയും ആശാനും ദർശനും നരേഷും ഒക്കെയുണ്ട്. നന്ദനെ മാത്രം കാണുന്നില്ല. നന്ദേട്ടൻ എവിടെ? സുധി മുറിയിലേക്ക് വിരൽ ചൂണ്ടി. നീ എവിടെ പോയതാടാ? സുനി ചോദിച്ചു. വെറുതെ. കണ്ണൻ മുറിയിലേക്ക് നടന്നു. നന്ദൻ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. കണ്ണൻ ഡോറടച്ച് നന്ദൻ്റെ അടുക്കൽ വന്നിരുന്നു. നന്ദേട്ടാ. ആ, ആരാ? കണ്ണനാ? കണ്ണ, അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞടാ. നന്ദൻ ഫുള്ള് ഫോമിലാണ്. കണ്ണൻ പാപ്പോടെ എഴുന്നേറ്റു. താഴെ പക്കാടി ഒരെണ്ണം കാലിയായി കിടക്കുന്നുണ്ട്. ഇതെന്ത് മനുഷ്യനാണ്? നന്ദേട്ട കണ്ണൻ അടുത്തേക്കിരുന്നു. കണ്ണ, അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. നന്ദൻ കണ്ണൻ്റെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. ഇങ്ങരുടെ പറച്ചു കേട്ടാൽ കാമുക ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പോലെയുണ്ട്. കണ്ണൻ പിറുപിറുത്തു. അവൾക്ക് എന്നെ വേണ്ടെന്ന്. ഇപ്പോൾ കാണണം അവളെ. ഞാൻ. നന്ദൻ എഴുന്നേക്കാൻ ശ്രമിച്ചതും അതേപടി ബെഡിലേക്ക് വീണു. കട്ടിലൊന്ന് കുലുങ്ങി. വെറുതെയല്ല വേണ്ടെന്ന് പറഞ്ഞത്. കണ്ണൻ ചിരിച്ചതും മുതുകിൽ അടി വീണു. എഴുന്നേറ്റ് പോടാ. ദൈവമേ, കേട്ടോ? കണ്ണൻ എഴുന്നേറ്റു. എനിക്കും വേണ്ട, ആരും വേണ്ട. നന്ദൻ ഇടർച്ചയോടെ മുഖം ബെഡിലമർത്തി. കണ്ണൻ ഡോറിൽ പിടിച്ച് അവനെ നോക്കി. എനിക്കെൻ്റെ ദേവൂട്ടി മാത്രം മതി. അവളും ഞാനും മാത്രം. ആ, ഇപ്പോൾ ശരിയായി. കണ്ണൻ തലയാട്ടി പുറത്തേക്കിറങ്ങി. എന്തായാലും ഇപ്പോൾ കാണിച്ചാൽ ശരിയാവില്ല. നാളെ ആവട്ടെ. ദേവി ചെല്ലുമ്പോൾ നീതു ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നീ സന്ധ്യാനേരത്ത് എവിടെ പോയതാ? നിന്റെ അമ്മായി അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്, നീതു പറഞ്ഞു. ഞാൻ നന്ദേട്ടനെ കാണാൻ. നന്ദേട്ടനെ കണ്ടു. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവിടെയുണ്ട്. നാളെ വരൂ. നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നേ? നീതു ചോദിച്ചപ്പോൾ ഒന്നും ഒളിച്ചു വെക്കാൻ നിന്നില്ല. എല്ലാം പറഞ്ഞു. അതിന് നീ എന്തിനാ ദേവു പേടിക്കുന്നേ? അവളൊന്ന് തൊട്ടെന്ന് കരുതി നന്ദേട്ടൻ പ്രേമം മൂത്ത് അവളുടെ പിറകെ പോവുമെന്നാവും അവളുടെ വിചാരം. അതോർത്ത് നീ പേടിക്കേണ്ട. നീ അവിടെ ഉണ്ടെന്ന് അറിയാതെ പോലും നന്ദേട്ടൻ അവളെ തൊട്ടില്ലല്ലോ. അതിന് കാരണം ഒന്നേയുള്ളൂ, നീ. നീതു പിന്നെയും നന്ദേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തോ സ്നേഹയുടെ അമ്മയുടെ തനിനിറം മനസ്സിലായതുകൊണ്ട് ഒരു പേടി ഇപ്പോഴുമുണ്ട്. സ്നേഹ വീട്ടിലെത്തിയപ്പോൾ അകത്തെ കയറാതെ ഉമ്മർത്ത് തന്നെ ഇരുന്നു. ശബ്ദം കേട്ട് അച്ഛൻ ഉമ്മറത്തേക്ക് വന്നു. എന്താ അമ്മയുടെ ഉദ്ദേശം? സ്നേഹയുടെ ശബ്ദമുയർന്നു. അത് പിന്നെ അമ്മ മിണ്ടരുത്. ആദ്യം അങ്ങേരെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാട് ശരിയല്ല, മാതാപിതാക്കളില്ല, അങ്ങനെ നൂറ് കാരണങ്ങൾ. അന്ന് അങ്ങനെ ഒരു തെറ്റുപറ്റി. പക്ഷേ മിണ്ടരുത്. എനിക്കിപ്പോൾ അങ്ങേരോട് അങ്ങനെയൊന്നുമില്ല. ഞാൻ എങ്ങാനും ചത്തുപോയാൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ കരഞ്ഞു കാല് പിടിച്ചതാ ഞാൻ. എന്തിനാ? ഞങ്ങളില്ലേ? അച്ഛൻ ഒന്നുകൂടെ ചുമച്ചു. നിങ്ങൾ ഉള്ളതും ഇല്ലാത്തതും കണക്കാ. എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താ ഞാനിപ്പോൾ നന്ദേട്ടനെ കാണുന്നേ. പിന്നെ കുഞ്ഞില്ലെങ്കിൽ അവളെ നന്ദേട്ടനെ ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ചാണോ നിങ്ങളിരിക്കുന്നേ? അതിന് അങ്ങേര് ഇല്ലാതാവണം. അത്രയും പോലും അങ്ങേര് അവളെ മറക്കില്ല. അത് ആർക്കറിയില്ലെങ്കിലും എനിക്കറിയാം. എന്നെ നോക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പൊക്കോളാം. പക്ഷെ കൂടെ നിന്ന് ഇങ്ങനെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ. സ്നേഹ കിതച്ചുപോയി. ദേഷ്യം വരുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞു. അകത്തേക്ക് പായുന്ന മോളെ നോക്കി അച്ഛൻ അമ്മയെ കൂർപ്പിച്ചൊന്ന് നോക്കി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദന് തല വല്ലാതെ പെരുത്തു. തലവേദനിച്ചിട്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അവൻ്റെ മുന്നിലേക്ക് ചായ നീട്ടിയപ്പോഴാണ് ഉയർത്തി നോക്കിയത്. ചായ നീട്ടിക്കൊണ്ട് കണ്ണൻ എളിച്ചു കാണിച്ചു. നന്ദൻ വേഗം വാങ്ങി ചൂട് പോലും നോക്കാതെ കുടിച്ചു. നല്ല തലവേദനയുണ്ടോ നന്ദേട്ടാ? കുറച്ചായി. ഇല്ലാത്ത ശീലമല്ലേ. ഇപ്പോൾ ശരിയായോ? നീ ഒരു ഗ്ലാസ് കൂടെ കൊണ്ടുവാ. കണ്ണൻ വേഗം ചായ വെച്ച കലത്തിൽ നിന്ന് വീണ്ടും ഒരു ഗ്ലാസ് പകർത്തി നന്ദന് കൊണ്ടുകൊടുത്തു. നന്ദൻ ഒറ്റ വലിക്ക് കുടിച്ചു. ഓ, ഇപ്പോഴാ ശരിയായത്. അവന്മാരൊക്കെ പോയോ? ആശാൻ മാത്രം പോയി. ബാക്കിയൊക്കെ അവിടെയുണ്ട്. അവന്മാരെ എഴുന്നേൽപ്പിച്ച് ചായ കൊടുക്കാൻ നോക്ക്. ഇനി അവർ വീട്ടിൽ പോയില്ലെങ്കിൽ അതും എൻ്റെ തലയിലാവും. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഒരു സമാധാനമില്ല. നന്ദൻ എഴുന്നേറ്റു. നന്ദേട്ടൻ ഇതൊന്ന് കാണ്. സമാധാനം കിട്ടുമോന്ന് അറിയട്ടെ. കണ്ണൻ ഫോണ് നീട്ടി. എന്തോന്നിത്? നന്ദൻ പറയുന്നതിനൊപ്പം സൂക്ഷിച്ചു നോക്കി. വീഡിയോ കണ്ടപ്പോൾ അവൻ നെറ്റി ചുളിച്ച് വീണ്ടും ബെഡിലേക്ക് ഇരുന്നു. നല്ലോണം ശ്രദ്ധിച്ചാലേ ഡയലോഗ് കേൾക്കാൻ പറ്റൂ. കണ്ണൻ അതും പറഞ്ഞ് ഡോറടച്ചു. നന്ദൻ ചുമരിലേക്ക് ചാരിയിരുന്ന് ഫുൾ വോളിയം വെച്ചു. വീഡിയോ കാണുമ്പോൾ നന്ദൻ്റെ രക്തം തെളിച്ചു. സ്നേഹയുടെ അമ്മയുടെ ഉദ്ദേശം ഇതായിരുന്നു. സ്നേഹ അപ്പോഴും ഇപ്പോഴും സ്വന്തം പെങ്ങളെപ്പോലെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് നന്ദൻ ചാടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു.
എങ്ങോട്ട് നന്ദേട്ട? കണ്ണൻ ചോദിച്ചു. എനിക്ക് ആ തള്ളയും മോളെയും കാണണം. ഇപ്പോൾ വേണ്ട, നേരം വെളുത്തിട്ടേ ഉള്ളൂ. പിന്നെ അവർക്കൊക്കെ കൈയോടെ കൊടുക്കണം. അതൊക്കെ ഇന്നലെ ചേച്ചി കൊടുത്തു. നന്ദേട്ടൻ വാ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. എന്താ ഒരു കോലം? കണ്ണൻ പറഞ്ഞപ്പോഴാണ് അവൻ ഹാളിൽ വന്ന് നോക്കുന്നത്. നന്ദൻ വേഗം ബോട്ടിലൊക്കെ മാറ്റിവെച്ച് വീട് മുഴുവൻ അടിച്ചു വാരിയിട്ടു. ദർശനും നരേശും നന്ദനെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നുണ്ട്. അവൾ അളിയന് വീട്ടുജോലി ചെയ്യിക്കോ? അവൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ വീട്ടുജോലി? നന്ദൻ ചൂലുകൊണ്ടിട്ട് നടുനിവർത്തി. അല്ലേ? നരേഷ് ഓർത്തു നോക്കി. നന്ദൻ അവനെ ഒന്ന് നോക്കിയിട്ട് തോർത്തെടുത്ത് കുളിക്കാൻ കയറി. നന്ദൻ കുളിച്ച് ഡ്രസ് മാറി വരുമ്പോൾ സുധിയും സുനിയും പോയിരുന്നു. നിങ്ങൾ പോയില്ലേ? നന്ദൻ ചോദിച്ചു. അളിയനില്ലേ? ഇല്ല, എനിക്ക് വേറെ ഒരു സ്ഥലം പോകണം. പിന്നെ അമ്പലത്തിൽ പോകണം. ദർശനും നരേഷും ബൈക്കെടുത്ത് ഇറങ്ങി. കണ്ണൻ കൂടി കുളിച്ചു വന്നപ്പോൾ നന്ദൻ ഡോറടച്ച് ഇറങ്ങി. ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോൾ ദേവ് വേഗം ജനലിലൂടെ നോക്കി. ഇല്ല, പ്രതീക്ഷിച്ച ആളില്ല. ഇന്നലെ പറഞ്ഞതൊക്കെ കൂടിപ്പോയോ? ഒക്കെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ്. ജീവനാണ്. ഒരുത്തി വന്ന് കെട്ടിപ്പിടിച്ചെന്ന് കരുതി ഇല്ലാതാവുന്ന സ്നേഹവും വിശ്വാസവുമല്ല നന്ദേട്ടനോട്. ഇപ്പോഴും പ്രണയമാണ്. പക്ഷെ ഇന്നലെ ഇഷ്ടമില്ലെന്നൊക്കെ പറയേണ്ടി വന്നു. ഇനി അതിൻ്റെ പേരിൽ വരാതിരിക്കൂ. ദേവ് നഖം കടിച്ചു. നന്ദേട്ടൻ എവിടെ? ദേവ് പുറകിലേക്ക് നോക്കി. നന്ദന് എവിടെയോ പോകണമെന്ന്. പിന്നെ അമ്പലത്തിലും പോയിട്ടേ വരൂ. ദർശൻ അകത്തേക്ക് കയറി. ദേവ് ഉമ്മറത്ത് തന്നെ ഇരുന്നു. രാവിലെ തന്നെ ആരാ വന്നതെന്നറിയാൻ ഉമ്മറത്തേക്ക് ഇറങ്ങിയതാണ് സ്നേഹയുടെ അച്ഛൻ. നന്ദനെ കണ്ടതും അയാൾ പുഞ്ചിരിയോടെ നിന്നു. തൻ്റെ ഭാര്യയും മോളും എവിടെ? നന്ദൻ ഗൗരവത്തോട് ചോദിച്ചപ്പോൾ അയാൾ ഞെട്ടി. ഇതുവരെ കാണാത്തൊരു പെരുമാറ്റം. അയാൾ ഒന്ന് ചുമച്ചു. ആരാ അച്ഛാ? സ്നേഹ ഉമ്മറത്തേക്ക് വന്നപ്പോൾ പുറകെ അമ്മയുണ്ടായിരുന്നു. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എന്താ അമ്മയുടെ മോളുടെയും ഉദ്ദേശം? നന്ദേട്ട, അമ്മ അറിയാതെ? എന്താ അറിയാതെ? നന്ദന്റെ ഗൗരവത്തോടുള്ള ചോദ്യത്തിൽ സ്നേഹ പരുങ്ങലോടെ അമ്മയെ നോക്കി. ദേ തള്ളേ, നിങ്ങൾ ഇതുവരെ കണ്ട നന്ദനൊന്നുമല്ലാത്ത വേറൊരു നന്ദൻ ഉണ്ടായിരുന്നു. ആ ഒരു സ്വഭാവം വെച്ചാണ് ഞാനിവിടെ വന്നതെങ്കിൽ അമ്മയും മോളെയും ഈ ചുമരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ. നന്ദേട്ട, വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ സംസാരിക്കുന്നവനെ സ്നേഹ ഭയത്തോടെ നോക്കി. സത്യം, നീയോ നിന്റെ തള്ളയോ ഇനി എൻ്റെയോ ദേവുവിൻ്റെയോ ജീവിതത്തിൽ വന്നാൽ? ചൂണ്ടുവിരൽ ഉയർത്തിയപ്പോൾ സ്നേഹയുടെ അമ്മ ഭയത്തോടെ ഉമിനീരിറക്കി. നിങ്ങളെന്താ തള്ളെ പറഞ്ഞത്? അവൾക്ക് കൊച്ചുണ്ടാവില്ലെന്നോ? കൊച്ചില്ലെങ്കിൽ എന്താ? അവൾ എൻ്റെ പെണ്ണല്ലേ. പിന്നെ കൊച്ചുണ്ടാവുന്നതും ഉണ്ടാവാതിരിക്കുന്നതും നിങ്ങളുടെ വിഷയമല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ മോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ എൻ്റെ ഭാര്യ എന്തെങ്കിലും പറയാനോ ഇനി ശ്രമിച്ചാൽ നന്ദനൊരു വരവ് കൂടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. നന്ദൻ അവരെ മാറി മാറി നോക്കി. പിന്നെ മുണ്ട് മടക്കി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. സമാധാനമായോ നിങ്ങൾക്ക്? സ്നേഹ അമ്മയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയമായിരുന്നു, അതും കളഞ്ഞു. ദിനേശിനെ മനസ്സിൽ പ്രാഗി സ്നേഹ കണ്ണീരോടെ ബെഡിലേക്കിരുന്നു. തള്ളയ്ക്കൊന്ന് കൊടുക്കണം നന്ദേട്ട. വേണ്ടടാ, പ്രായമായതല്ലേ. ദേവു അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? ദേവുവിൻ്റെ അമ്മയുടെ പ്രായമല്ലേ ഉള്ളൂ. ഓഹോ അങ്ങനെ. എന്നെ വീട്ടിലാക്കിയാൽ മതി. നന്ദേട്ടൻ അമ്പലത്തിൽ പോയിട്ടല്ലേ പോകുന്നുള്ളൂ. ആ ബാഗ് വീട്ടിലുണ്ട്. അതെടുത്തിട്ട് ദേവുവിൻ്റെ വീട്ടിൽ പോകണം. നന്ദൻ അവനെ വീട്ടിലാക്കി നേരെ അമ്പലത്തിലേക്ക് പോയി. ദേവുവിന് ഇരുന്നിട്ട് സമാധാനമില്ലാതെ അകത്തേക്ക് കയറി. സമയം 10 വല്ലതും കഴിച്ചാവോ? ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണോ വരാത്തത്? മനസ്സിൽ 1000 സംശയങ്ങൾ. ദേവു അടുക്കളയിൽ പോയി ഫുഡ് പകർത്തിയെടുത്തു. ഇതാർക്കാ? മാലിനി ചോദിച്ചു. നന്ദേട്ടന്. ദേവു എല്ലാം പാത്രത്തിൽ പകർത്തി ഒരു സഞ്ചിയിലാക്കി. വേഗം ഷോള് ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. മാലിനി ചിരിയോടെ അവളെ നോക്കി നിന്നു. ദേവിക മകം കൗണ്ടറിലിരിക്കുന്ന ചേട്ടൻ ചിരിച്ചു. നന്ദൻ പൂരം 2 വഴിപാട് ഷീട്ടുകളും 11 രൂപയും ദേവിയുടെ നടയിലേക്ക് വെച്ചു. പൂജാരി അതെടുത്ത് ശ്രീകോവിലിൽ കയറുമ്പോൾ നന്ദൻ മിഴികൾ അടച്ച് കൈകൂപ്പി. ദേവി, അവളെ ഇതുവരെ ഞാൻ ഇത്ര നാൾ പിരിഞ്ഞിട്ടില്ല. ആദ്യമായാണ്. പിന്നെയും എന്തൊക്കെയോ മൗനമായി പ്രാർത്ഥിച്ചു. എല്ലാ പ്രാർത്ഥനയുടെ അവസാനം ദേവുവിൽ എത്തിച്ചേരും. 2 ഇലച്ചീന്തൽ വാങ്ങിയ പ്രസാദവുമായി നന്ദൻ ഇറങ്ങി. വീട്ടിൽ പോയി ബാഗ് എടുത്തിട്ട് വേഗം ദേവുവിനെ കാണാൻ പോണം. കാല് പിടിച്ച് മാപ്പ് പറയണം. നന്ദൻ ഓരോന്നോർത്ത് വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് നിൽക്കുന്നവളെ കണ്ട് ശ്വാസം വിലങ്ങി. ഒരു വേള സ്വപ്നമാണോ? പിണക്കത്തോടെ മുഖം താഴ്ത്തി നിൽക്കുന്നവളെ കാണി ഉള്ളൊന്ന് തുടിച്ചു. അവനെ നോക്കിയില്ലെങ്കിലും ഇടയ്ക്ക് മാത്രം മിഴികൾ ഉയർത്തി. വാതുറന്ന് പിടിച്ച് ബൈക്ക് സൈഡാക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം നിർവചിക്കാൻ കഴിയാതെ ദേവു അവനെ തന്നെ ഉറ്റുനോക്കി. അവൻ ഉമ്മറത്തേക്ക് കയറാൻ നിന്നതും ദേവ് മുഖം തിരിച്ച് അകത്തേക്ക് കയറി. ദേവൂട്ടി. അകത്തേക്ക് കയറുമ്പോൾ അവൾ കഴിക്കെടുത്ത് വെച്ചു. നന്ദൻ ഇതപ്പോ എന്ന മട്ടിൽ കണ്ണു മിഴിച്ചു. കഴിക്ക്. എനിക്ക് വേണ്ട. നന്ദനും പിണക്കത്തോടെ ചേറിലേക്കിരുന്നു. എന്തേ? സാറിന് പിടിച്ചില്ലേ?
ഇല്ല, പിടിച്ചില്ല. എന്നെ ഇഷ്ടമില്ലാത്തവർ തന്നാൽ എനിക്ക് വേണ്ട, അതന്നെ. നന്ദൻ എഴുന്നേറ്റു. ഇരിക്കടാ അവിടെ. സാമ്പാർ വിളമ്പിയ തവി ദേവു അവനു നേരെ നീട്ടി. നന്ദന്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. ദേവൂട്ടി, കൂവൂട്ടി, ഇരിക്കെ. അവൾ വിരൽ ചൂണ്ടിയപ്പോൾ നന്ദൻ ചിറുകൂട്ടി ചെയറിലേക്കിരുന്നു. കഴിക്കി. അല്പം ശാന്തമായാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നന്ദൻ പരിഭവത്തോടെയാണ് പറഞ്ഞത്. ദേവുവിന് അത് കണ്ടപ്പോൾ പാവം തോന്നി. അതെന്താ നിങ്ങൾക്ക് കഴിച്ചാല്? ദേവുവിന്റെ പുരുകമുയർന്നു. നിങ്ങളാ? നന്ദൻ ചോദിച്ചു. ദേവു അവന്റെ അടുത്തേക്ക് ചെന്ന് ഇഡലി മുറിച്ച് സാമ്പാറിൽ മുക്കി അവന് നേരെ നീട്ടി. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് നന്ദൻ മേശയിൽ കൈവച്ച് അതിലേക്ക് മുഖം താങ്ങി. ആ ചോദ്യത്തിൽ കുസൃതി നിറഞ്ഞു. ഇഷ്ടമല്ലാതെയാണല്ലോ ഇതൊക്കെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. കഴിക്ക്. ദേവ് വീണ്ടും നീട്ടിയപ്പോൾ നന്ദൻ വാ തുറന്നു. പല്ലിലും ചുണ്ടിലും തഴുകിയ വിരലുകളിൽ ഇക്കിളി തോന്നിയതും ദേവ് വേഗം കൈവലിച്ചു. നന്ദന് ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെയും വാരിക്കൊടുത്തു. എന്തോ അവളുടെ മുഖം കാണുമ്പോൾ മതിയെന്ന് പറയാൻ കഴിയാതെ നന്ദനും. അവൾ വാരിത്തരുമ്പോൾ ഒരു സുഖമുണ്ട്. നന്ദൻ അവളെ വലിച്ച് മടിയിലേക്ക് ഇരുത്തി. പെട്ടെന്നായതുകൊണ്ട് ദേവ് ഞെട്ടി. അവനെ ദേഷ്യത്തെ നോക്കി. എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ചെക്കൻ ഉടുമ്പിനെ പോലെ പിടിച്ചിട്ടുണ്ട്. വിട്. വിടാൻ. ദേവ് താഴേക്ക് നോക്കി. എൻ്റെ മുഖത്തേക്ക് നോക്കി പറ, അപ്പോൾ വിടാം. ദേവ് മുഖമുയർത്തി ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ കഴിഞ്ഞില്ല. പിടപ്പോടെ മിഴികൾ താനെ താഴ്ന്നുപോയി. നോക്ക് പെണ്ണെ. നന്ദന്റെ സ്വരം ആർദ്രമായി. ദേവ് മെല്ലെ മിഴികൾ ഉയർത്തി നന്ദനെ നോക്കി. എന്നെ വിശ്വാസമില്ലേ നിനക്ക്? നൂലിന് വ്യത്യാസം പോലും ഇല്ലാതെ മുഖത്തോടെ മുഖം അടുപ്പിച്ച് ചോദിക്കുമ്പോൾ നന്ദന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ദേവ് വല്ലാതായി. വേഗം തലകുനിച്ചു. പറ ദേവൂട്ടി, എന്നെ ഇഷ്ടമില്ലേ? വിശ്വാസമില്ലേ? ഉണ്ട്. പക്ഷെ അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മാത്രല്ലേ? ഞാൻ മാത്രം തൊട്ടാൽ മതി. വേറെ ആരും തൊടണ്ട. ദേവ് പിണക്കത്തോടെ പറഞ്ഞ് മുഖം വീർപ്പിക്കുമ്പോൾ നന്ദന് ചിരി വന്നു. നിന്റെ മാത്ര? നന്ദന് എപ്പോഴും ദേവൂട്ടിയുടെ. അവളുടെ മൂക്കിന്മേൽ മൂക്കുരസി. ദേവുവിന്റെ വീർപ്പിച്ച മുഖം ഒന്ന് അഴിഞ്ഞു. സഹിച്ചില്ല. അവളുടെ ശരീരം മുട്ടിയപ്പോൾ എന്തോ ദേഷ്യം തോന്നിപ്പോയി. എനിക്കും. ഉവ്വ. നിറഞ്ഞ കണ്ണുകൾ വേറെ എങ്ങോട്ടോ മാറ്റിപ്പിടിച്ച് മുഖം തിരിച്ചു. സത്യം, പ്രസവത്തിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നന്ദേട്ടനും ദേവിയും കൂടി എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ. പക്ഷേ ഞാൻ തൊട്ടില്ല ദേവു. എനിക്കെന്തോ പിടിച്ചു മാറ്റാൻ പോലും അവളെ തൊടാൻ തോന്നിയില്ല. നിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഗൗരവത്തോടെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് ദേവു നന്ദൻ്റെ കണ്ണിലേക്ക് നോക്കി. സത്യം ഡി, നിന്റെ മുഖമാ അപ്പോൾ ഓർമ്മ വന്നത്. ഇടുപ്പിലൂടെ കൈകൾ ഒന്നുകൂടെ മുറുകി. കണ്ണ് നിറഞ്ഞ് കവിളിലേക്ക് ഒഴുകുമ്പോൾ അവളുടെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. നന്ദൻ അത് കണ്ട് ആ കവിളുകളിൽ അമർത്തി മുത്തി. 3 ആഴ്ച കൊണ്ട് പെണ്ണിന്റെ കോലം തന്നെ മാറിയിട്ടുണ്ട്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും പാതിയായ കവിളും. നീ വെയിറ്റ് കുറഞ്ഞുട്ടോ ദേവൂട്ടി. ആദ്യം നീ ഇരിക്കുമ്പോൾ എൻ്റെ തുട വേദനിക്കും. ഇപ്പോൾ നീ ഇരിക്കുന്ന പോലും അറിയുന്നില്ല. ദേവു ചമ്മലോടെ തലചരിച്ച് വീണ്ടും ഇഡലി വിളമ്പി. മതി, നീ തടിവെക്കി. എൻ്റെ ഉണ്ടച്ച് ദേവുവിനെ കാണാനാ എനിക്കിഷ്ടം. നന്ദൻ്റെ ഓരോ വാക്കും ദേവുവിന് പുതിയ ഉണർവേകി. മനസ്സിലെ സംഘർഷങ്ങൾ ഇപ്പോഴില്ല. ദേവൂട്ടി. എനിക്കെന്തോ ദേവൂട്ടിനെ ഇപ്പോൾ അങ്ങ് തിന്നാൻ തോന്നുന്നു. നന്ദേട്ടൻ്റെ നോട്ടവും പറച്ചിലും കേട്ട് ദേവ് വിറയലോടെ ചാടി എഴുന്നേറ്റു. നന്ദേട്ടൻ കഴിക്കി. ദേവ് വെപ്രാളത്തോടെ അടുക്കളയിലേക്ക് നടന്നു. നന്ദന പോക്ക് കണ്ട് ചിരിച്ചു. അടുക്കളപ്പടിയിൽ എന്തോ ഓർത്ത് നിൽക്കുന്നുണ്ട്. പെണ്ണ് ഇടയ്ക്കിടെ കണ്ണും തുടയ്ക്കുന്നുണ്ട്. പിന്നിലൂടെ ചെന്ന് ചുറ്റിപ്പിടിക്കുമ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു. ഇനി എപ്പോ വരും? ചോദിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു. അറിയില്ല. ഒന്നും ചോദിച്ചില്ല. എസ്.ഐ സാറ് എന്ത് പറഞ്ഞു? ചോദിച്ചിട്ടില്ല ഒന്നും. നിർബന്ധിച്ച് എക്സാം എഴുതിച്ചതാ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ലിസ്റ്റ് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം വന്നില്ല. നിന്നോട് പറയാൻ വന്നപ്പോഴാ നിന്റെ അച്ഛൻ ടെസ്റ്റ് പാസ്സായി ട്രെയിനിങ് കഴിഞ്ഞാൽ ഇങ്ങി എത്തില്ലടി പെണ്ണെ. ദേവു അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. അതുവരെ വീട്ടിൽ നിന്നാലും മതി. അളിയ. ഉമ്മർത്ത് നിന്ന് വിളി കേട്ടപ്പോൾ നന്ദനും ദേവും അകന്നു മാറി. അളിയ. ഉമ്മർത്ത് നിന്ന് വിളി കേട്ടപ്പോൾ നന്ദനും ദേവും അകന്നു മാറി. ദർശനും നരേശും ഹാളിലേക്ക് എത്തിയിരുന്നു. ഇറങ്ങല്ലേ നന്ദ, ബസ് പോവും, ദർശൻ പറഞ്ഞു. നന്ദൻ തിരിഞ്ഞ് ദേവുവിനെ നോക്കി. ബാഗ് എവിടെ? നരേശ് ചോദിച്ചു. നന്ദൻ ചൂണ്ടിയ ഭാഗത്തേക്ക് ചെന്ന് ബാഗെടുത്ത് രണ്ടാളും പുറത്തേക്ക് നടന്നു. ദേവുവിൻ്റെ കണ്ണു നിറഞ്ഞു. ചെറിയ വിതുമ്പൽ തുടങ്ങിയതും നന്ദൻ അവളെ നെഞ്ചോട് ചേർത്തു. പോയിട്ട് വരാൻ ദേവു. അവൻ തലയിൽ ചുംബിച്ചു. ദേവു മെഴുകെ തുടച്ച് അകന്നു മാറി. നന്ദനും അവളും ഉമ്മറത്തേക്ക് വന്നു. ഉമ്മറത്ത് എല്ലാവരും ഉണ്ട്. സുധി, സുനി, കണ്ണനാശാൻ. ഒരു ടാറ്റ സുമോ തോടിൻ്റെ അപ്പുറം വെയിറ്റിംഗ് ആണ്. നന്ദൻ മുറ്റത്തേക്ക് ഇറങ്ങി ദേവുവിനെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാഴായിപ്പോയി. കണ്ണു ചതിച്ചു. ശരീരം വിറച്ചു. നന്ദൻ പോകുമ്പോൾ ദേവുവിനൊന്ന് കരയണമെന്ന് തോന്നി. വണ്ടിയിൽ കയറുമ്പോൾ അവൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി.
എല്ലാവരും വണ്ടിയിൽ കയറി. ദേവ് തോടിൻ്റെ അടുത്തേക്ക് നടന്നു. പാലത്തിനടുത്ത് എത്തിയതും നന്ദൻ കൈവീശി. വണ്ടി നേരെ പായുമ്പോൾ ദേവുവിൻ്റെ വിതുമ്പൽ ഉച്ചത്തിലായി. ദർശൻ കണ്ണാടിയിലൂടെ കണ്ടെങ്കിലും നന്ദനെ നോക്കുമ്പോൾ അതിലും വിഷമം തോന്നി. അവനും സങ്കടം പുറത്തു കാണിക്കാതിരിക്കാൻ പാടുപെട്ടിരിക്കുകയാണ്. നന്ദനെ കൊണ്ടാക്കിയ ശേഷം എല്ലാവരും കൂടി വേറൊരു സ്ഥലം വരെ പോകണം. കുടി തന്നെ പ്രധാനം. അതുകൊണ്ടാണ് ദേവുവിനെ വിളിക്കാഞ്ഞത്. കവല എത്താറായപ്പോൾ 2 പെൺകുട്ടികൾ വണ്ടിക്ക് കൈ കാണിച്ചു. ഒരുവൾ നെഞ്ചിൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മറ്റൊരുത്തി നന്ദനോട് സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കുഞ്ഞിനെ പിടിച്ചവളും എന്തോ ചോദിക്കുന്നുണ്ട്. ദർശൻ അവളെ തന്നെ നോക്കി നിന്നു. മുഴുവനായി മെടഞ്ഞിട്ട എണ്ണ കാണാത്ത മുടി, ക്ഷീണിച്ച മുഖം, ഒരു ചമയമില്ലാത്ത മുഖം. മതി മതി, സമയമായി, പോവാൻ നോക്ക് നിങ്ങള്. ആശാൻ പറയുമ്പോൾ അവർ 2 കൊഞ്ഞനം കുത്തി മാറി നിന്നു. നന്ദൻ കുഞ്ഞിൻ്റെ കയ്യിൽ ചുംബിച്ചു. മാമൻ വേഗം വരാട്ടോ മുത്തേ. അവൻ്റെ കാലിൽ ഇക്കിളിയാക്കി. ദർശൻ മെല്ലെ കാർ മുന്നോട്ടെടുത്തു. എന്നാലും കണ്ണാടിയിലൂടെ ആ കുട്ടിയെ നോക്കി. ഏതാ കുട്ടികള്? ദർശൻ ചോദിച്ചു. എൻ്റെ മക്കളാ, ആശാൻ പറഞ്ഞു. ദർശൻ മനസ്സിലായ പോലെ തലയാട്ടി. ദേവ ഒരു പൊട്ടിക്കരച്ചിലൂടെ അകത്തേക്ക് ഓടുമ്പോൾ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച എലിച്ചീന്ത് കണ്ടു. അതെടുത്ത് നോക്കുമ്പോൾ കണ്ണു നിറഞ്ഞു. ദേവിക മകം രസീതിലേക്ക് കണ്ണീറിറ്റ് വീണു. നന്ദനെ ബസ്സിൽ കയറ്റി എല്ലാവരും യാത്ര പറഞ്ഞു. കണ്ണൻ കരഞ്ഞു പോയിരുന്നു. അത്ര കൂട്ടാണ്. പോട്ടെ, പോയി രക്ഷപ്പെടട്ടെ. ആകാശം ഇരുണ്ടു. മഴ മെല്ലെ തുടങ്ങുമ്പോൾ നന്ദൻ ഇരിക്കുന്ന ബസ്സിലെ സീറ്റിലെ വിൻഡോയിൽ ഷീറ്റ് താഴ്ത്തി. നന്ദൻ എന്തോ അസ്വസ്ഥത തോന്നി. എന്തോ ഹൃദയം വല്ലാതെ മിടിക്കുന്നു, ശരീരം വിറയ്ക്കുന്നു. അസ്വസ്ഥതയോടെ അവൻ മിഴികൾ പൂട്ടി സീറ്റിലേക്ക് ചാരി. ഇരുണ്ടുകൂടിയ കാർമേഘം മഴ പെയ്യുന്നത് നന്നായി അറിയുന്നുണ്ട്. കരച്ചിലടക്കാൻ കഴിയാതെ അവൾ വീണ്ടും ബെഡിലേക്ക് മുഖം പൂഴ്ത്തി. ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. ദേവ് മുഖം അടച്ചു. ഏട്ടനാവോ? കൊണ്ടുവിട്ട് വന്നോ? കണ്ണും മുഖവും ധൃതിയെ തുടച്ചു. മുടി നേരെയാക്കി. ഷോൾ നേരെയിട്ട് ഉമ്മർത്തെ ഡോർ തുറന്നു. തിരിഞ്ഞു നിന്ന് മഴ നോക്കുന്നവന് മനസ്സിലാവാതെ അവൾ നെറ്റി ചുളിച്ചു. എന്നാൽ മുറ്റത്തിനപ്പുറം വഴി കിടക്കുന്ന കാറ് കണ്ടപ്പോൾ എവിടെയോ കണ്ടുമറന്ന ഓർമ്മ. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയിലേക്ക് പാതി കത്തിയ സിഗരറ്റ് എറിഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു. ദേവ് ഞെട്ടി. ശരീരം വിറച്ചു. ദീപക്കേട്ടൻ. ദീപക് അത് കേട്ട് വല്ലാതൊന്ന് ചിരിച്ചു. ഇതുവരെ കാണാത്ത വശ്യമായ ചിരി.